വൈദ്യുതീകരണം പൂർത്തിയായ കോഴിക്കോട് ഷൊർണൂർ റൂട്ടിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ട്രെയിൻ എഞ്ചിൻ ഓടിച്ചു. ഷൊർണൂർ മുതൽ കോഴിക്കോട് വരെയുള്ള 86 കിലോമീറ്ററാണ് ട്രെയിൻ ഓടിയത്. കോഴിക്കോട് എറണാകുളം റൂട്ടിൽ മെമു സർവീസ് ആരംഭിക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇലക്ട്രിക് ട്രെയിനിന് നൽകിയ സ്വീകരണത്തിൽ MK രാഘവൻ MP പറഞ്ഞു. രാവിലെ 10 മണിയോടെയാണ് ഷൊർണൂരിൽ നിന്ന് ഇലക്ട്രിക് ട്രെയിൻ എഞ്ചിൻ കോഴിക്കോട്ടേക്ക് പരീക്ഷണ പ്രയാണം ആരംഭിച്ചത്. 86 കിലോമീറ്റർ ദൂരം ഓടി 11 മണിയോടെ ട്രെയിൻ കോഴിക്കോട്ടെത്തി. ഈ സമയം ലോക്കോ പൈലറ്റുമാർക്ക് മധുരം നൽകി സ്വീകരിക്കാൻ MK രാഘവൻ MPയും റെയിൽവേയിലെ ഉയർന്ന ഉദ്യോഗസ്ഥരും കോഴിക്കോട് സ്റ്റേഷനിൽ കാത്തുനിൽക്കുകയായിരുന്നു. ലോക്കോ പൈലറ്റ് P വിജയകുമാർ, അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് RK മീണ എന്നിവരാണ് എഞ്ചിൻ ഓടിച്ചത്. വൈദ്യുതീകരണം പൂർത്തിയായ സ്ഥിതിക്ക് കോഴിക്കോട്ട് നിന്നും എറണാകുളത്തേക്ക് മെമു സർവീസ് ആരംഭിക്കാൻ റെയിൽവേയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും റെയിൽവേ വകുപ്പ് ഇക്കാര്യം ആലോചിച്ചു വരികയാണെന്നും MK രാഘവൻ MP മാധ്യമങ്ങളോട് പറഞ്ഞു. നമ്മുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത് ഈ സേഫ്റ്റി കമ്മീഷൻ വന്നതിന് ശേഷം അതിന്റെ സേഫ്റ്റി NOC കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു മെമു സർവീസ് ആരംഭിക്കുന്നതിനെ കുറിച്ചാണ് വളരെ ഗൗരവമായി ആലോചിക്കുന്നത്. ഇപ്പം ഡിപ്പാർട്ട്മെന്റ് ചർച്ച നടക്കുകയാണ്. നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യമാണ് കോഴിക്കോട് മുതൽ എറണാകുളം വരെയുള്ള മെമു സർവീസ്. ഇപ്പോൾ ഷൊർണൂർ സബ്സ്റ്റേഷനിൽ നിന്നാണ് ലൈനുകളിൽ വൈദ്യുതി കടത്തിവിടുന്നത്. കൂടുതൽ ട്രെയിനുകൾക്ക് സർവീസ് നടത്താൻ തിരൂരിൽ ഒരു സബ്സ്റ്റേഷൻ കൂടി പണിയേണ്ടതുണ്ട്. ഇതിനുള്ള പ്രവൃത്തികൾ ആരംഭിച്ചു. കോഴിക്കോട്ട് നിന്നും മംഗലാപുരത്തേക്കുള്ള വൈദ്യുതീകരണ ജോലികൾ നടന്നുവരികയാണെന്നും റെയിൽവേ അധികൃതർ അറിയിച്ചു. റെയിൽവേ ഡിവിഷണൽ സീനിയർ ഇലക്ട്രിക് എഞ്ചിനീയർ S ജയകൃഷ്ണൻ, ഡെപ്യൂട്ടി ചീഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ TC ജോൺസൺ, ഡിവിഷണൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ സജി എബ്രഹാം, അസിസ്റ്റന്റ് ഡിവിഷണൽ മെക്കാനിക്കൽ എഞ്ചിനീയർ A സുരേഷ് തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ക്യാമറാമാൻ ജഷാദ് അച്ചുവിനൊപ്പം NP ഷക്കീർ, ജില്ലാ വാർത്തകൾ.